ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ദൈവദൂതൻ ഗബ്രിയേൽ മാലാഖ സക്രിയ പുരോഹിതനോടുള്ള അറിയിപ്പിന് പിന്നാലെ ദൈവ പദ്ധതി ആ കുടുംബത്തിൽ, വൃദ്ധരായ സക്രിയാവിൻ്റെയും എലിശബത്തിൻ്റെയും ജീവിതത്തിൽ നടപ്പാവുന്ന ഒരു സമയം. അവർ അനേകം വർഷങ്ങൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും തിരിച്ചൊന്നും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കുറ്റമില്ലാത്തവരായി നടന്നതിന് ദൈവം അവരെ അനുഗ്രഹിക്കുന്ന, അവരുടെ സമൂഹത്തിലുള്ള നിന്ദയെ ദൈവം മാറ്റുന്ന ഒരു നല്ല മുഹൂർത്തം. നമുക്കറിയാം, കുട്ടികളില്ലാത്ത, ദൈവം കരുണ കാണിക്കാത്ത 2 ദമ്പതികളായിരുന്നു സക്രിയാവും എലിസബത്തും. എന്നാൽ ആ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവർക്കുള്ള ആ ദുഷ്പേരിന്, ആ കളങ്കത്തിന് അവസാനം വരുന്ന ഒരു നല്ല സമയം. ആ അമ്മയാകാൻ പോകുന്ന ഒരു ജീവൻ തൻ്റെ വയറ്റിൽ വളരുവാൻ തുടങ്ങുന്ന ആ അമ്മ ഏകാന്തതയിൽ കഴിയാൻ, ഒളിച്ചു പാർക്കാൻ ആഗ്രഹിക്കുകയാണ്. പുരോഹിതനായ തൻ്റെ ഭർത്താവിനെ ദൈവം നിശബ്ദനാക്കിയ ഒരു സമയം. താനും തൻ്റെ ഭർത്താവിനെ പോലെ നിശബ്ദതയിൽ ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും സമൂഹത്തിൻ്റെ മുൻപിൽ വരാതെ ദൈവസന്നിധിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 5 മാസങ്ങൾ. ദൈവപുത്രനായ മിശിഹായുടെ മുന്നോട്ടക്കാരനായി ദൈവം ക്രിസ്തുവിൻ്റെ വഴി ഒരുക്കുവാനായി, മാനസാന്തരമുള്ള ഹൃദയത്തോടെ ദൈവപുത്രനെ സ്വീകരിക്കുവാനായി അന്നുള്ള ജനത്തെയും ഈ സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മെ ഓരോരുത്തരെയും തയ്യാറാക്കുവാനായി ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ, അവൻ്റെ അമ്മയായ എലിശബത്ത് ആരെയും കാണാതെ, ആരോടും ഒന്നും പറയാതെ 5 മാസം ഒളിച്ചു പാർക്കുകയാണ്. ഏതുവരെയാണ് ആ ഒളിച്ചു പാർക്കുന്നത്? ആ ഒരു സമയം, അത് നമ്മുടെ കർത്താവിനെ അമ്മ മറിയം തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ തുടങ്ങുന്ന ആ ഒരു സമയം വരെ. മാനസാന്തരമുള്ള ഹൃദയമൊരുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ, പശ്ചാത്താപമുള്ള, ചെയ്ത തെറ്റുകളിലും കുറ്റങ്ങളിലും പാപങ്ങളിലും പശ്ചാത്താപിക്കുന്ന ഒരു ഹൃദയത്തിനുടമയായി, ധാരാളമായി ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു ഹൃദയത്തിനുടമയായി, ക്ഷമയോടെ ദൈവ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള സമയത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ദൈവസ്നേഹത്തെ മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, വേദനകൾ, സഹനങ്ങൾ, ഇവയിലെല്ലാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ അവൻ്റെ സമയത്തിനായി, അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, നമ്മെ രക്ഷയുടെ പാതയിലേക്ക്, നമ്മെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്ന ആ ഒരു ദിവസത്തിനായി, കണ്ണുനീരോടുകൂടി ആ ദിവസങ്ങളെ അവനെ സ്തുതിക്കുവാനായി നമുക്കും ദൈവസന്നിധിയിൽ ഈ വൃദ്ധ ദമ്പതികളെപ്പോലെ നീതിയുള്ളവരായി കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.